ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശം നടത്തിയ അൻവർ UDF-ലേക്ക്. ഈ വാർത്തയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചവച്ചു തുപ്പിയതൊക്കെ വിഴുങ്ങിയാൽ അത് ഉമിനീരാകില്ല എന്ന സത്യം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അക്കുമ്പിൽ നിന്നും ഇക്കുമ്പിലേക്ക് ചാടുന്നവരെ നമ്പിനാൽ പോലീസ് അറസ്റ്റ് നാടകങ്ങൾക്ക് പിന്നാലെ ഈ അൻവർ നടത്തുന്ന പുതിയ നാടകം സതീശന്റെ കാലുപിടി. UDF പ്രവേശന ചർച്ചകൾക്കിടെ PV അൻവർ MLA തലസ്ഥാനത്തെത്തി കയ്യിൽ മുത്തമിടാൻ ഒരുങ്ങുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടും രമേശ് ചെന്നിത്തലയുമായും മുരളീധരനുമായിട്ടും അൻവർ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. ജനുവരി 12-ാം തീയതി KPCC രാഷ്ട്രീയ കാര്യസമിതി ചേരുന്നുണ്ട്. PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനമാകും പ്രധാനമായ ചർച്ച ഉണ്ടാവുക. K സുധാകരന് അൻവറിനോട് മൃദു സമീപനമുണ്ടെങ്കിലും VD സതീശന് പുള്ളിന് അത്ര പോരാ. എന്നാൽ വ്യക്തിപരമായ വിയോജിപ്പുകൾ പ്രസക്തമല്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചതെന്നും മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ല എന്നുമാണ് അൻവറിന്റെ പ്രതികരണം വന്നത്. ആർക്കും വേണ്ടാതെ ഇരുന്ന അൻവറിനെ കോൺഗ്രസ് ദത്തെടുക്കാൻ പോവുകയാണ്. താൻ ഒരു ഒറ്റയാൾ പോരാളിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പോരാട്ടം തുടങ്ങുന്ന അൻവറിന്റെ പ്രശ്നങ്ങൾ സത്യത്തിൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ADGP അജിത് കുമാറിന്റെ വിഷയത്തിൽ തുടങ്ങിയതുമല്ല. കാരണം 2016-ൽ ഇടത് കൈ പിടിച്ച അൻവറിന്റെ കക്കാടം പൊയിലിലെ തീം പാർക്കിൽ അനധികൃത നിർമ്മാണം നടന്നതായി ആരോപിച്ചുകൊണ്ട് സർക്കാർ നടത്തിയ കേസ് ഹൈക്കോടതി വിധി വന്നതും ചെക്ക് ഡാം പൊളിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടതും 2018-ലായിരുന്നു. അതിനുശേഷമാണ് 2019-ൽ ആദ്യമായിട്ട് LDF സർക്കാരിനെതിരെ അൻവർ പടപ്പുറപ്പാടിന് ഇറങ്ങുന്നത്. പറഞ്ഞു വരുന്നത് ഇത്രയുമുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വീരസമര നായകനായിട്ട് ഒന്നും അൻവറിനെ കാണേണ്ട കാര്യമില്ല. അയാളുടെ കഥയും പ്രതികാരവും തികച്ചും വ്യക്തിപരം മാത്രമായിരുന്നു. അതായത് തന്റെ ഡാം പൊളിക്കാൻ LDF സർക്കാർ കാരണമായി എന്നത് മുതൽ അൻവർ അവർക്കെതിരെ തിരിഞ്ഞു തുടങ്ങി. ഇനി അൻവറിന്റെ അടുത്ത വിഷയം ഒരു മന്ത്രി കസേര കിട്ടിയില്ല എന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരേ സമുദായത്തിൽ നിന്നുമുള്ള മുഹമ്മദ് റിയാസ് മന്ത്രിയാവുക കൂടി ചെയ്തപ്പോൾ പിണറായി വിജയനുമായി അൻവറിന്റെ ശത്രുത ഇരട്ടിച്ചു. കഴിഞ്ഞില്ല. ഇനി കോൺഗ്രസ് പ്രവേശനം കൊണ്ട് അൻവറിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നോക്കാം. അതും ഒരു മന്ത്രി കസേര തന്നെയാണ്. വേണമെങ്കിൽ വല്ലഭന് പുല്ലുമായുധം എന്ന പോലെ ഈ സാഹചര്യം മുതലെടുത്ത ഒരു മുഖ്യമന്ത്രി കസേര ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. പിണറായിക്ക് ഇനി മൂന്നാം പിറവിയില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ കോൺഗ്രസിലേക്ക് ചരിഞ്ഞതും ഇതേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വൻ വിജയം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അവർക്കൊപ്പം നിന്നാലേ ഗുണമുള്ളൂ എന്ന രാഷ്ട്രീയ കുതുകാൽ വെട്ടൽ തന്ത്രം തന്നെയാണ് അൻവർ ഇവിടെ പയറ്റുന്നത്. ഉപാധികളൊന്നുമില്ലാതെ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുവെങ്കിലും LDF MLA-മാരെ BJP നേതാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കൊപ്പം നിർത്തി സംഘടന ശക്തിപ്പെടുത്താൻ നോക്കിയതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച ഇനി എല്ലാം സതീശന്റെ കയ്യിലാണുള്ളത് നമുക്കറിയാം. മുസ്ലിം ലീഗിന് പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരനും അൻവറിനെ പിന്തുണ അറിയിച്ചതോടെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. 12-ന് ചേരുന്ന രാഷ്ട്രീയ കാര്യസമിതിയിൽ VD സതീശൻ നിലപാട് വ്യക്തമാക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശം നടത്തിയ അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിൽ VD സതീശൻ അടക്കം പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെയും അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെയും നിരന്തര സമരം പ്രഖ്യാപിക്കുകയും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവറിനൊപ്പം നിർത്തണമെന്ന അഭിപ്രായം UDF-ൽ രൂപപ്പെട്ടു വരികയാണ്. ഈ അവസരം മുതലെടുത്ത് അൻവർ വെട്ടുന്നത് ഒരു മന്ത്രി കസേരയിലേക്കാണ്. അതിന് നിന്നുകൊടുക്കാൻ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം.